ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ച് പോവാണ് ഗൈസ്. പോകുമ്പോൾ തന്നെ നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇനി തീരുമാനിച്ചത് പോവാന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് മാറ്റി, മക്കളൊക്കെ വേഗം മാറ്റിച്ച് നമ്മൾ പോവാനിറങ്ങി. അവൻ്റെ ഉപ്പ വണ്ടി എടുക്കുമ്പോഴുള്ള എക്സ്പ്രഷനാണ് ആൾ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് മരിക്കുകയാണ്. ഇപ്പം പോകാൻ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ടാറ്റ കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ മൂപ്പർക്ക് ഇപ്പം തന്നെ നല്ല അറിയാം. അപ്പോൾ പിന്നെ മൂപ്പര് അവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ടാറ്റ കൊടുക്കലും സന്തോഷമൊക്കെ ഇനി ആൾക്ക്. നമ്മൾ വേഗം പോയി. പയ്യാനക്കൽ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നല്ല ട്രാഫിക് ആയിരുന്നു. ആ ഭാഗത്ത് ഭയങ്കര ട്രാഫിക്കാണ് എപ്പോഴും. ചെറിയ വഴിയായതുകൊണ്ട് ഒരു ബസ് വന്നാൽ തന്നെ പിന്നെ വേറൊരു വണ്ടി പോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ പോയി ചക്കുംകടവ് കഴിഞ്ഞു. നമ്മൾ സൗത്ത് ബീച്ച്, മുഖദാർ സൗത്ത് ബീച്ചൊക്കെ എത്തി. എൻ്റെ വീട് കോതിപ്പാലമാണ്. എൻ്റെ കോതിപ്പാലം എന്ന് പറയും, നെയ്നാംവളപ്പ്, തൈവളപ്പ് എന്നൊക്കെ പറയും. കോഴിക്കോടാണ്. ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോട് തന്നെ, നടുവട്ടാണ്. പിന്നെ അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട് നടുവട്ടാണ്. അപ്പം നമ്മൾ താമസിക്കുന്നത് നടുവട്ടാണ്. അവിടെ നിന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ അങ്ങനെ കൂടി വരുന്നേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ടും ഉണ്ടെങ്കിലേ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. എല്ലാവരും അതൊക്കെ ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യും. നന്നായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ പോയി. നമ്മൾ മുഖദാർ സൗത്ത് ബീച്ച്, നമ്മളവിടെയൊക്കെ എല്ലാവരും സൈക്കിൾ ട്രാക്ക് എന്ന് പറയും. അതായത് അവിടെ മക്കൾക്ക് സൈക്കിളൊക്കെ ഓടിക്കാനുള്ള ഒരു ചെറിയ ട്രാക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തി. നല്ല മഴ വരുന്നുണ്ടായിനി. നമ്മൾ ഇറങ്ങുമ്പോൾ നേരം വൈകുകയും ചെയ്തിന്, നല്ല മഴയുണ്ടായിനി. പിന്നെ അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ പിന്നെ മാറ്റി വെച്ചില്ല. അങ്ങനെ നമ്മൾ സൈക്കിൾ ട്രാക്കിലെത്തി. അവിടെ സൈക്കിൾ ട്രാക്കിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മുടെ നാട്ടിൽ ഡബിൾ ടക്കർ ബസ് കണ്ടത്. KSRTCൻ്റെ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ച്, എൻ്റെ മൂപ്പരോട് ഇങ്ങനെ ചോദിച്ചും ചെയ്ത്, മഴ പെയ്തേ മേലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? കാരണം ആ ബസ്സിന് മേലെ ഷീറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പം മൂപ്പർക്ക് മസാലക്കോൺ വാങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അതിന് വേണ്ടി കാത്തിക്കായിരുന്നു. അപ്പോഴൊക്കെ നല്ല മഴക്കാറേനി. അപ്പോഴേ നമുക്ക് ഉറപ്പായിരുന്നു എന്തായാലും മഴയിൽ കുടുങ്ങും എന്നുള്ളത് ഉറപ്പായിനി. അങ്ങനെ മൂപ്പര് മസാലക്കോൺ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേനി. പക്ഷെ എന്താ പറയുക, മസാലക്കോണിൽ ഭയങ്കര ഉപ്പ് ഇത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് മൂപ്പരും ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്ന്. മസാലക്കോൺ നമ്മുടെ കയ്യിൽ കിട്ടലും നല്ല മഴ പെയ്യില്ലേനി. കുടയൊക്കെ ഉണ്ടേനി കയ്യിൽ. പിന്നെ ആ കുടയെ പിടിച്ച് അങ്ങനെ നിന്ന് നമ്മളെല്ലാവരും, ഞാനും ഹസ്ബൻഡും മക്കളെല്ലാം കൂടി ആ മഴയത്ത് അവിടെ അങ്ങനെ നിന്ന് നല്ല രസമായിനി. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ്, പക്ഷെ മൂപ്പര് സമ്മതിച്ചില്ല. കാരണം ഒരു കയ്യിൽ കുട, ഒരു കയ്യിൽ കോണ്, ഒരു കയ്യിൽ കുട്ടി, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കേനി. പിന്നെ അതിനൊന്നും മൂപ്പര് സമ്മതിച്ചില്ല. പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് മസാല കോണൊക്കെ കഴിച്ച് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന വഴികളാണ് ഇതൊക്കെ. കോഴിക്കോട്ടുകാരെന്നല്ല, ഒരുവിധ എല്ലാ ജില്ലക്കാരും കോഴിക്കോട് ബീച്ച് കാണാനെത്തും. അതുകൊണ്ട് എല്ലാവർക്കും ഈ വഴിയും എല്ലാം സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമായിരിക്കും. നമ്മൾ കോഴിക്കോട് അവിടെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് എത്താനായി. ബീച്ച് കണ്ടു, സമാധാനം. നല്ല മഴക്കാരനെ ഇനി മഴക്കാറ് കണ്ട് അവിടുന്ന് മഴയൊക്കെ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി പോകണോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണോ. കാരണം മക്കൾക്ക് രണ്ടാൾക്കും ഇപ്പോൾ പനിയൊക്കെ കഴിഞ്ഞു ഒന്ന് റെഡിയായി വരണേ ഉള്ളൂ. അപ്പോൾ ഇനിയും മഴ കൊണ്ട് രണ്ടാൾക്കും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇനി. പിന്നെ ഏതായാലും വന്ന് ഇവിടെ പകുതി വഴി വരെ എത്തിയല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി. ഔദ്യോഗികമായിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി. അവിടെയൊക്കെ ഒന്ന് കണ്ടപ്പോൾ നല്ലൊരു സമാധാനം. നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല ചെറിയ കാറ്റും. പിന്നെ ഞാൻ വിചാരിച്ച മഴയൊക്കെ ആയതുകൊണ്ട് അധികം ആരും ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിനി. നല്ല തിരക്കൊക്കെ തന്നെയായിരുന്നു അവിടെ. നമ്മൾ വിചാരിക്കും മഴയൊക്കെ ആകുമ്പോൾ വീട്ടിലിരിക്കാൻ എന്താ സുഖം, പക്ഷെ അതൊന്നും അല്ല കേട്ടോ ഗൈസ്. എല്ലാവരും മഴയൊക്കെ ആകുമ്പോൾ
പറ്റുന്നവർ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മഴയുള്ള ടൈമിൽ പുറത്തിറങ്ങാത്തതാണ് നല്ലത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കുക, കുട്ടികളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്കായിട്ട് ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ യാത്രകൾ മതി. എൻ്റെ ഹസ്ബൻഡിനൊക്കെ 1 കിലോമീറ്റർ പോക്കൻ്റെ മൂപ്പർക്ക് ഒരു ട്രിപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ യാത്രകളൊക്കെ കിട്ടുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക എല്ലാവരും. മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ചെറിയ ട്രിപ്പായിരുന്നു. നമുക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വന്നിരുന്നു. കാരണം ഈ മഴേൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മക്കളൊക്കെ ചേർത്തല്ല. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കോഴിക്കോട് ബീച്ചിലെത്തി. എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ പോവുക. പിന്നെ എൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കുറേയൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാലേ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. നമ്മൾ കോഴിക്കോട്ടിലേക്ക് ഒരു നീണ്ട യാത്രയായിരുന്നു. നമ്മളവിടെ എത്തി. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ കോഴിക്കോട് ബീച്ചാണ് ഞാൻ ഓൾറെഡി. ഈ വണ്ടി വെക്കാൻ നമ്മൾ കുറേ സ്ഥലം നോക്കിയിരുന്നു. പക്ഷേ വണ്ടി വെക്കാനൊന്നും അവിടെ സ്ഥലമില്ലായിരുന്നു. എല്ലാ സ്ഥലത്തും വണ്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വണ്ടി വെക്കാൻ കുറച്ച് മുന്നോട്ട് പോകേണ്ടി വന്നു. നമ്മളങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അത് കുറച്ച് സ്ഥലം കിട്ടിയത്. അങ്ങനെ പിന്നെ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല കടുക്ക പൊരിച്ചതും കാടമുട്ട ഫ്രൈൻ്റെതും കൂന്തള നിറച്ചതിൻ്റെതൊക്കെ സ്മെല്ലിങ്ങനെ വരാൻ തുടങ്ങി. നമ്മൾ പിന്നെ പുറത്തിറങ്ങുമ്പോഴേ മനസ്സിൽ വിചാരിക്കുമല്ലോ, മെയിനായിട്ട് കോഴിക്കോട് ബീച്ച് പോകാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നല്ലോണം പോയിട്ട് കഴിക്കണം, അതാണല്ലോ നമ്മൾ വിചാരിക്കുക. നമ്മളവിടെ നമ്മളവിടെ സംസാരിച്ച് നിന്ന് ഹസ്ബൻഡും മോളൂടെ ഐസ്ക്രീം വാങ്ങാൻ പോയി. അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ പോയപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ മണ്ണിലൊക്കെ ശില്പങ്ങളൊക്കെ ഓരോന്നും ഉണ്ടാക്കണൊക്കെ ഒരാളാണ് മൂപ്പര്. എന്താ പറയുക, കുറേ കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ മൂപ്പരോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. മൂപ്പരിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ആ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഓർക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എല്ലാം ചെയ്ത് വെക്കുകയായിരുന്നു മൂപ്പര്. പക്ഷെ നല്ല ക്ഷമയുള്ളൊരു മനുഷ്യൻ കേട്ടോ. മക്കൾ ഇനി തമാശക്കാണോ സീരിയസ് ആയിട്ടാണോ എന്നറിയില്ല, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു മൂപ്പര് പക്ഷെ നല്ല ക്ഷമയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മൂപ്പര് ഓൾറെഡി അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കിയിരുന്നു. എന്തോ ഒരു ശില്പം പോലെ എന്തോ ഉണ്ടാക്കി വെച്ചിരുന്നു. പക്ഷെ മഴ പെയ്തപ്പോൾ അതെല്ലാം പോയി തോന്നുന്നുണ്ട്. എന്നിട്ട് പിന്നെ മൂപ്പര് രണ്ടാം പ്രാവശ്യം അതിൻ്റെ മേലെ തന്നെ പിന്നെയും പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ആൾക്കാരെ കണ്ടപ്പോൾ പിന്നെയും കുറേ ആൾക്കാരിങ്ങനെ വന്ന് മൂപ്പര് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. നല്ല കഴിവുള്ള ഒരാളാണ് തോന്നുന്നുണ്ട് മൂപ്പര്. എല്ലാം നല്ല സൂക്ഷിച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ നല്ല രസമായിട്ട് മൂപ്പര് ചെയ്യുന്നത്. പിന്നെ ഞാനത് കണ്ട് തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ചു പോകുമ്പോൾ കുറേ ആൾക്കാർ പിന്നെയും മൂപ്പരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി വന്ന് ഓളെ കയ്യിൽ ഐസ്ക്രീം കണ്ടിട്ടുള്ള ചാട്ടാണ് മോൻക്ക്. അങ്ങനെ ഓൾക്കൊരു ഐസ്ക്രീമും വാങ്ങി, വേറെ മൂപ്പര് ഒരു ഐസ്ക്രീമും വാങ്ങി. നമ്മളങ്ങനെ രണ്ടുപേർക്കും കൂടി ഒന്നാക്കാം എന്നുള്ളത്. ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ ഓനക്ക് കയ്യും കാലും അടങ്ങണില്ല. ഓനത് പിടിച്ച് വലിച്ച് പൊട്ടിച്ചൊക്കെ ചെയ്തിരുന്നു. കാരണം ഓനക്കിപ്പോൾ എല്ലാ കാര്യത്തിനും പെട്ടെന്ന് സ്പീഡിൽ ഓൻ ചെയ്യും. അപ്പം നമ്മളെന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഓന് എന്താ പറയുക, വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് പിടിച്ച് വലിച്ചിട്ട്, ഇപ്പോൾ ഫുഡായാലും എന്തായാലും അതും കൈ കൊണ്ട് വലിച്ചിട്ട് എന്താ പറയുക, ഫുള്ളായിട്ട് താഴേക്ക് വീഴാൻ പോയി. നമ്മളത് അതിസാഹസികമായിട്ട്, അതായത് ഓനായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു ഓൾറെഡി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുകൊണ്ട് അത് വീഴാതൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ എന്താ പറയുക, നിങ്ങൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ കുട്ടി പട്ടം പറത്ത് കഴിഞ്ഞ് നല്ല ഹൈറ്റിൽ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ കുട്ടി നല്ല ഹൈറ്റിൽ പറപ്പിച്ച് അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന്. നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല തണുപ്പായിരുന്നു, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റായിരുന്നു. കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നല്ല മഴയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ നിന്ന് ആ കുട്ടി പട്ടം പറത്തുന്നതും ഇതുപോലെ കുറച്ച് നേരം നോക്കി നിന്ന് അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന്
മോൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളങ്ങനെ എപ്പോഴും ഒന്നും പുറത്ത് പോകാറില്ല, എപ്പോഴേലൊക്കെ പോകാറുള്ളൂ. അപ്പോൾ മോൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ. മോനും ഭയങ്കര എക്സൈറ്റഡ് ഇനി ഇതൊക്കെ ഇങ്ങനെ കടലും കാറ്റും കുറേ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ മോനും നല്ല എക്സൈറ്റഡ് ഇനി. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ കാട പൊരിച്ചതിൻ്റെ മണം. അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു വന്നപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു, നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കുക, എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കിനി ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ വീട്ടിൽ പോകണോ എന്നുള്ളത് ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനും മൂപ്പരോടി അങ്ങനെ മെല്ലനെ അങ്ങോട്ട് നടന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും സംസാരിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു. മോളപ്പം നല്ല ഓടിക്കളിക്കുകയിനി. പിന്നെ നമ്മൾ മുന്നിൽ തന്നെ ആയതിന് ടെൻഷനൊന്നും ഇല്ലായിരുന്നു ആൾക്ക്. അങ്ങനെ അവിടെയൊക്കെ പോയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിനി. അങ്ങനെ പിന്നെ മോനെൻ്റെ കയ്യിൽ തന്നെയാണ്. ഞാനൊരു കയ്യിൽ ഫോണിൽ വീഡിയോ എടുത്ത് ഒരു കയ്യിൽ മോനും അങ്ങനെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് നടക്കുകയാണ്. അപ്പം എന്നോട് എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് പറഞ്ഞു, മോനെ ഞാൻ എടുത്തോളാം, നീ കുറച്ചൊരു വീഡിയോ എടുത്തോളാം. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. വീഡിയോ ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു തുടങ്ങിക്കോ. കാരണം ഞാനിങ്ങനെ വീട്ടിൽ രാവിലെ ആവുക, മക്കളെ കാര്യങ്ങൾ നോക്കുക, വീട്ടിലിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മനസ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിങ്ങനെ നമുക്കായിട്ടൊന്നും ചെയ്യാനില്ല, കാര്യങ്ങളിങ്ങനെ നോക്കുക അതൊക്കെ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പം വീഡിയോ എടുക്കണം, ചെറിയ രീതിയിലാണേലും നമുക്കറിയാവുന്ന രീതിയിലാണേലും എഡിറ്റ് ചെയ്യണം, അത് പോസ്റ്റ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, ലൈക്ക് ഉണ്ടോ, കമൻറ്റ് ഉണ്ടോ, വ്യൂസ് ഉണ്ടോ, അങ്ങനെ നമുക്ക് ഫുള്ളൊരു എൻഗേജ്ഡ് ആവാണ്. ഇനിയിപ്പോൾ നമുക്ക് ചാനൽ വളർന്നാലും ഇല്ലെങ്കിലും നമുക്ക് ഒരു എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു അങ്ങനത്തെ ഒരു ആശ്വാസമാണ് ഇപ്പോൾ മനസ്സിന്. ഇപ്പോൾ അങ്ങനെ ഫുൾ ബിസിയാണ്. കാരണം എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴേക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കണം, ഇത്ര ടൈം ആകുമ്പോഴേക്ക് ഇത് പോസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം ഇപ്പോൾ മനസ്സിന്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് വളർന്നാൽ നല്ല നല്ല വീഡിയോസ് നല്ല ക്ലാരിറ്റിയോടും സ്റ്റാൻഡേർഡോടും കൂടിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. നല്ല നല്ല കടികളുണ്ടായിരുന്നു. കൂന്തൽ നിറച്ചത്, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്. നമ്മളവിടുന്ന് ചെറിയ ചെറിയ രീതിയിൽ ചായ കുടിച്ചിട്ട് പിന്നെയും കുറച്ച് നേരം കൂടി കടപ്പുറത്തേക്ക് തന്നെ വന്നു. അപ്പോഴത്തേക്കും എനിക്ക് വാശിയൊക്കെ തുടങ്ങി. അവനക്ക് ഓരോന്ന് താഴെ ഇറങ്ങണം, അവളെ കൂടെ കളിക്കണം എന്നൊക്കെയുള്ള വാശിയൊക്കെ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു മതി, ഇനി വല്ലാണ്ട് ഇനിയിപ്പോൾ അവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ കടികളൊക്കെ വെക്കുന്ന അവിടെ തന്നെ പോയി കുറച്ച് നേരം കൂടി ഇരുന്ന് മോൾക്ക് കുറച്ച് ബിസ്ക്കറ്റ്, മോൾക്ക് കുറച്ച് കാടമുട്ട പിന്നെയും വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് നേരം ഇരുന്ന്. പിന്നെ നമ്മൾ നല്ല രാത്രി ആവാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേഗം നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് തിരിച്ച് വരികയാണ്. നല്ലൊരു സന്തോഷം ഉണ്ടായിനി, നല്ലൊരു സമാധാനം ഉണ്ടായിനി. കുറച്ച് ടൈം വരും, ഒരു 1.5 മണിക്കൂറേ നമ്മളവിടെ ഉണ്ടായിട്ടുള്ളൂ. ഉള്ള ടൈം നല്ല സന്തോഷമായിനി. തിരിച്ച് വരുമ്പോൾ ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.